ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഊട്ടി ട്രിപ്പിന്റെ പാർട്ട് 2 ആണ്. രണ്ടാമത്തെ ദിവസമാണ് കാണിക്കുന്നത്. കുറച്ച് ക്ലിപ്പിംഗ്സ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഞാൻ ആ സങ്കടത്തിലാണ്. അപ്പോൾ നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല അടിപൊളി റൂമായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒട്ടും കൺജസ്റ്റഡ് അല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ അവിടെ നിന്ന് റെഡി ആയിട്ട് ഇറങ്ങി. ഇത് കണ്ടോ, അല്ലിയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. സാധാരണ ഡ്രസ്സും ഷൂ ഒക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറുമ്പ് കാണിക്കുന്ന അവളും ഭയങ്കരമായിട്ട് നമ്മളോട് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. റൂം ടൗണിൽ തന്നെ ആയതുകൊണ്ട് അവിടുന്ന് ഏകദേശം 2-3 കിലോമീറ്റർ മാത്രമായിരുന്നു ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നേരെ ആദ്യം അങ്ങോട്ടേക്കാണ് പോയത്. അതിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറന്റിലാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. സത്യത്തിൽ ടൗൺ ആണെങ്കിൽ പോലും അത്രയും സ്പേസിൽ ഒരൊറ്റ ഹോട്ടൽ പോലും മര്യാദക്ക് എനിക്ക് കാണാൻ പറ്റിയില്ല ആ സമയത്ത്. നമ്മൾ പോയിട്ടുള്ള ഹോട്ടൽ അത്യാവശ്യം നല്ല വൃത്തിയും അതേപോലെ തന്നെ നല്ല ഫുഡും പ്രൊവൈഡ് ചെയ്യുന്നതായിരുന്നു. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബാക്കിയുള്ളതിനെല്ലാത്തിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്നത് ഫുഡിനാണ്. കാരണം എല്ലാ റെസ്റ്റോറൻറ്റിലും ഹോട്ടലിലും അത്യാവശ്യം നല്ല റേറ്റ് ഫുഡിന് വരുന്നുണ്ട്. നമ്മൾ അവിടുന്ന് ഒരു സെറ്റ് ദോശ, പിന്നെ അതേപോലെ തന്നെ ഒരു സെറ്റ് പൂരി, പിന്നെ കോഫി, ചായ ഇതൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ടേസ്റ്റ് ഒക്കെ അടിപൊളി തന്നെ ആയിരുന്നു. നമുക്ക് നല്ല പോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് പിന്നെ നമ്മൾ അവിടുന്ന് നേരെ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. നമ്മൾ ഇറങ്ങുന്ന സമയത്ത് തന്നെ അവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു കുതിര ഇരിക്കുന്നുണ്ട്. അല്ലി അമ്പ എന്നൊക്കെ പറയുന്നുണ്ട്. അവൾ ആദ്യമായിട്ടാണ് കുതിരനെ കാണുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. ഞങ്ങൾക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തു. 100 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. വീഡിയോ ക്യാമറ ഒക്കെ കയറ്റുകയാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ പേ ചെയ്യേണ്ടി വരും. നമ്മൾ ചുറ്റി നടന്ന് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് പൂക്കളും പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ പ്രത്യേകിച്ചുള്ളൂ. നമ്മൾ അവിടെ കയറി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ നമ്മൾ അവിടുന്ന് നേരെ തിരിച്ചു പോരാണ് ഉണ്ടായത്. മാത്രമല്ല ഇപ്പൊ അവിടെ ഒരുപാട് സ്ഥലങ്ങൾ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പൊ പിന്നെ എനിക്ക് 100 രൂപ വേർത്ത് ആയിട്ടൊന്നും തോന്നിയില്ല. പിന്നെ നമ്മൾ ആളുകളുടെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ പറയിപ്പിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ അവിടെ ചെയ്യും. ഞങ്ങൾ അവിടെ പോയ സമയത്ത് കുറെ പേര് ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു പ്ലേറ്റ്സും ഗ്ലാസും കാര്യങ്ങളൊക്കെ. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, സ്ഥലങ്ങളിൽ ഇടാതിരിക്കാം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.